ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മേരീസ് കിച്ചൻ ഡയറി. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് മലയാളികളുടെ തന്നെ തനത് രീതിയിലുള്ള നാടൻ ചക്കയും ഇറച്ചിയുമാണ്. അതിനു മുന്നേ നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടാതെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം. പാകത്തിന് മൂപ്പുള്ള പുളിയോ മധുരമോ ഒന്നും വെക്കാത്ത വരിക്ക ചക്കയാണിത്. അപ്പോൾ നമ്മൾ ചക്ക എടുക്കുമ്പോൾ പുളിയോ മധുരമോ ഒന്നും വെച്ചിട്ടില്ല എന്നുള്ളത് ശ്രദ്ധിക്കണം കേട്ടോ. ഇനി നമുക്കിത് വെട്ടിയൊരുക്കി ചൂടുവെള്ളം മടലും കുരുവും ഒക്കെ മാറ്റി നല്ലപോലെ വൃത്തിയായി എടുത്ത ചുളകളാണിത്. നമ്മളെടുത്ത ചക്കയുടെ ഏകദേശം പകുതിയോളമാണ് നമ്മളിപ്പോൾ ഇത് തയ്യാറാക്കാനായി മാറ്റി വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് മറ്റ് ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമെന്ന് നോക്കാം. ചക്കച്ചുളയെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതേ രീതിയിൽ ചെറിയ കഷ്ണങ്ങളായിട്ട് വേണം നമ്മൾ ചക്ക അരിഞ്ഞെടുക്കാനായിട്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടത് ബീഫാണ്. എള്ളും നെയ്യും ബീഫും കൂടി നമ്മൾ ഉപ്പും മഞ്ഞളും മുളകും ഇട്ട് വേവിച്ചതാണ്. പിന്നെ ഒരു മുറി നാളികേരം, 10-12 അല്ലി ചെറിയുള്ളി, 3 വറ്റൽമുളക്, 10 അല്ലി വെളുത്തുള്ളി, ആവശ്യത്തിന് കറിവേപ്പില. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട പൊടികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കാശ്മീർ ചില്ലി പൗഡർ, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മസാലപ്പൊടി, ആവശ്യത്തിന് വെളിച്ചെണ്ണ, കടുക്, ഉപ്പ്. അടുത്തതായി നമുക്ക് ചക്കയും ബീഫും ഒക്കെ വേവിച്ചെടുക്കുകയാണ് വേണ്ടത്. കാര്യം നമ്മൾ ഓൾറെഡി ബീഫ് വേവിച്ചെടുത്തിരിക്കുന്നതാണ്. എന്നാലും അതിൻ്റെ ആ നെയ്യൊക്കെ ഒന്ന് ചക്കയിൽ പിടിച്ച് കിട്ടാനാണ് ഒരിക്കൽ കൂടി നമ്മൾ ചക്കയുടെ ഒപ്പം വേവിച്ചെടുക്കുന്നത്. ആദ്യം തന്നെ ബീഫ് ഇടുകയാണ് വേണ്ടത്. അതിൻ്റെ മേലെയാണ് ചക്ക ഇട്ട് കൊടുക്കേണ്ടത്. ഇനി നമുക്ക് ആവശ്യത്തിന് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം. ആവശ്യത്തിന് ഉപ്പും വെള്ളവും ചേർക്കാം. നമ്മൾ കുക്കറിൽ വേവിച്ചെടുക്കുമ്പോൾ ഒരു വിസിൽ പോലും വരേണ്ട ആവശ്യമില്ല. ഒന്നാമത്തെ വിസിൽ വരുന്നതിന് മുന്നേ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം, അല്ലെങ്കിൽ ചക്ക വെന്ത് കുഴഞ്ഞു പോകും. അടുത്തതായി നമുക്ക് നാളികേരം കൊണ്ട് വറുത്തരിയാണ് തയ്യാറാക്കേണ്ടത്. അതിനായി നമുക്ക് മീഡിയം ഫ്ലെയിമിൽ ഒരു ചീനിച്ചട്ടി വെക്കാം. അതിലേക്ക് ഏകദേശം 5 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ ചിരകി വെച്ചിരിക്കുന്ന നാളികേരം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ആവശ്യത്തിന് കറിവേപ്പിലയും നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ചെറിയുള്ളി കൂടി ആഡ് ചെയ്യാം. ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. വറുത്തരിക്ക് നമുക്ക് നല്ലപോലെ എണ്ണയുടെ ആവശ്യമുണ്ട്. അപ്പോൾ എണ്ണ കുറഞ്ഞു വരികയാണെങ്കിൽ അല്പം ആഡ് ചെയ്ത് കൊടുക്കണം. തേങ്ങ കരിഞ്ഞു പോവാതിരിക്കാൻ നമുക്ക് എപ്പോഴും ഇത് ഇളക്കി കൊടുക്കാൻ ശ്രദ്ധിക്കണേ. ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ് വരുമ്പോൾ നമുക്ക് പൊടികൾ ആഡ് ചെയ്യാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 5 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് കേട്ടോ കൂടുതൽ ചേർക്കേണ്ടത്. 3 ടീസ്പൂൺ കാശ്മീർ ചില്ലി. നമ്മൾ ഓൾറെഡി ബീഫിൽ മുളക് പൊടി ആഡ് ചെയ്തുകൊണ്ടാണ് ഇവിടെ കാശ്മീർ ചില്ലി ഇട്ട് കൊടുക്കുന്നത്. ഇനി നല്ല ബ്രൗൺ ഷെയ്ഡ് ആവുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം ഈ വറുത്തര ഒന്ന് ചൂട് ആറിക്കഴിഞ്ഞിട്ട് നമുക്കിത് മിക്സിയിലിട്ട് വെള്ളം ചേർക്കാതെ നല്ല പോലെ അരച്ചെടുക്കണം. ചക്ക വെന്ത് കിട്ടിയിട്ടുണ്ട്. നല്ല ഉലർന്നിരിക്കുന്ന ചക്കയാണിത്. നമുക്കിനി മീഡിയം ഫ്ലെയിമിൽ അടി കട്ടിയുള്ള ഒരു ചീനച്ചട്ടിയോ ഉരുളിയോ വെച്ച് കൊടുക്കാം. ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ 2 ടീസ്പൂൺ കടുകിടാം. ആവശ്യത്തിന് കറിവേപ്പിലയും 3 വറ്റൽമുളക് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം.
ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയുള്ളിയും വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ഈ എണ്ണയിൽ കിടന്ന് എല്ലാം ഒന്ന് മുരിഞ്ഞു കിട്ടണം. മുരിഞ്ഞു വരുമ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീർ ചില്ലി ആഡ് ചെയ്യാം. കാശ്മീർ ചില്ലിയുടെ പച്ചമണം മാറി വരുമ്പോൾ നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന വറുത്തര ഇതോടൊപ്പം ചേർത്ത് കൊടുക്കാം. വറുത്തര എടുത്തിരുന്ന ആ ബൗളിൽ ഒരല്പം വെള്ളം ഒഴിച്ച് കുറച്ച് വെള്ളം ഇതിലേക്ക് ആഡ് ചെയ്യാം. നമ്മൾ വറുത്തര അരച്ചെടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ വറുത്തര വെള്ളമില്ലാതെ തന്നെ നമ്മൾ അരച്ചെടുക്കണം. നമ്മൾ ആകെ വെള്ളം ആഡ് ചെയ്യുന്നത് ഇപ്പോഴാണ്. ഇനി നമുക്കിതിലേക്ക് 2 ടീസ്പൂൺ മസാലപ്പൊടി ഇട്ട് കൊടുക്കാം. ഈ സമയത്ത് വേണമെങ്കിൽ കുരുമുളക് പൊടി ചേർക്കാവുന്നതാണ് കേട്ടോ. ഇനി ഇത് നല്ല പോലെ മിക്സ് ചെയ്തെടുക്കണം. വറുത്തര ചൂടായി വരുമ്പോൾ നമുക്ക് ചക്കയും ഇറച്ചിയും എല്ലും നെയ്യും ഒക്കെ ഇതോടൊപ്പം ഇട്ട് കൊടുക്കാം. ഇനി എല്ലാം കൂടി നന്നായി ഒന്ന് ഇളക്കിയെടുക്കണം. അടിക്ക് പിടിക്കാതെ നല്ല പോലെ ഇത് മിക്സ് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കണം. ഇനി നമുക്ക് ഉപ്പ് പാകമാണോ എന്ന് നോക്കാം. ഉപ്പ് അല്പം കുറവുണ്ട്. നമുക്കിനി കുറച്ച് ഉപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. ചക്ക വേവിച്ചെടുക്കുമ്പോൾ കുഴഞ്ഞു പോവാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. നല്ല സ്വാദുള്ള വറുത്തര വെച്ചിട്ടുള്ള ചക്ക ഇറച്ചിയും റെഡി ആയിട്ടുണ്ട്. കപ്പ ബിരിയാണി വെക്കുന്ന പോലെ തന്നെയാണ് ഇതും തയ്യാറാക്കേണ്ടത്. ഇപ്പം ചക്കയുടെ ഒരു സീസൺ ആയതുകൊണ്ട് എല്ലാവർക്കും തന്നെ ചക്ക കിട്ടുന്നതാണ്. ഇതിൻ്റെ മെയിൻ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് നാളികേരം വെച്ചിട്ടുള്ള ആ വറുത്തര തന്നെയാണ്. കൂടാതെ കറക്റ്റ് വേവിന് വാങ്ങുന്ന ചക്കയും എല്ലും നെയ്യും ബീഫും എല്ലാം കൂടുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ്. വൈകുന്നേരങ്ങളിൽ നല്ല ചൂടൻ കട്ടൻ ചായയോടൊപ്പം കഴിക്കാവുന്ന നല്ല കിടിലൻ വിഭവമാണ്. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.